അപ്പോൾ ഓരോ പ്രാവശ്യവും കഷ്ടാനുഭവ ആഴ്ചയുടെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ആദ്യം വരേണ്ട ഒരു ചിന്ത, യേശു നേടിത്തന്ന ഈ ഒരു വ്യവസ്ഥ ഞാൻ പാലിക്കുന്നുണ്ടോ? നമ്മളിന്ന് നിൽക്കുന്നത് പരിശുദ്ധമായ കഷ്ടാനുഭവ ആഴ്ചയുടെ ദിവസങ്ങളാണ്. അപ്പോൾ ഈ ഒരു കഷ്ടാനുഭവ ആഴ്ചയിൽ യേശുവിൻ്റെ ക്രൂശ് മരണത്തോട് അനുബന്ധിച്ചിട്ടുള്ള ചിന്തകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് വരേണ്ടതും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ക്രൂശ് മരണം യേശു നമ്മളുടെയൊക്കെ പാപം മോചിക്കാൻ വേണ്ടിയാണ് എന്നത് എല്ലാ ക്രിസ്ത്യാനികൾക്കും പറഞ്ഞ് കേട്ട് പഴകിയ ഒരു വസ്തുതയാണ്. ഈ ഒരു ക്രൂശ് മരണത്തിൽ കൂടി യേശു എന്തുകൊണ്ടാണ് നമ്മളുടെ പാപങ്ങൾ മോചിച്ച് തന്നത്? എല്ലാവരും ശുദ്ധിമാന്മാരാക്കി, നീതിമാന്മാരാക്കി, ന്യായവിധിയിൽ നിന്നും രക്ഷിക്കാനാണ് എന്നത് ശരിയാണ്. പക്ഷെ ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്, ഈ ഒരു പാപം മോചിച്ചത് വഴി, പാപ കറകൾ മാറ്റിയത് വഴി ദൈവം നേടിത്തന്ന ഒരു വ്യവസ്ഥ അവന് നമ്മളിലും നമ്മൾക്ക് അവനിലും വസിക്കുവാനുള്ള ഒരു വ്യവസ്ഥയാണ്. അവന് നമ്മളിലും നമ്മൾക്ക് അവനിലും വസിക്കുവാൻ കഴിയാത്ത വണ്ണം ഒരു വലിയ വിടവായിരുന്നു യേശുവിൻ്റെ മരണത്തിന് മുമ്പ് വരെ നമ്മളുടെ പാപക്കറ. ഈ ഒരു പാപക്കറ മായ്ക്കാൻ ഒരു വ്യവസ്ഥയും അന്ന് ഇല്ലായിരുന്നു. എന്നാൽ തൻ്റെ മരണത്തോടുകൂടി തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, തൻ്റെ മരണം ഓരോരുത്തരുടെയും പാപത്തിന് വേണ്ടിയാണ് യേശു ചെയ്തത് എന്ന് വിശ്വസിക്കുന്നവർക്ക് അവർക്ക് ശുദ്ധീകരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു വ്യവസ്ഥ യേശു ഉണ്ടാക്കിയെടുത്തു. ഈ ഒരു ക്രൂശ് മരണത്തിൽ കൂടി യേശു കാണിച്ചു തന്നത് അവന് നമ്മളുടെ ഹൃദയത്തിൽ നമ്മളിൽ വസിക്കുവാനും നമ്മൾ അവനോടൊത്ത് കൂടിച്ചേർന്ന് ഇരിക്കുവാനും അവൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്രൂശ് മരണം നമ്മൾക്ക് അവനോടൊത്ത് വസിക്കുവാൻ അവൻ നേടിത്തന്നതാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും കഷ്ടാനുഭവ ആഴ്ചയുടെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ആദ്യം വരേണ്ട ഒരു ചിന്ത, യേശു നേടിത്തന്ന ഈ ഒരു വ്യവസ്ഥ ഞാൻ പാലിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ അവനോടൊത്ത് കൂടെ ചേർന്ന് അവനുമായിട്ടുള്ള ബന്ധം എത്രമാത്രം പുലർത്തുന്നുണ്ട്. ഇതാണ് ദൈവത്തിന് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അവനോടൊപ്പം നിരന്തരമായിട്ട് ഒരു കണ്ടിന്യൂസ് കണക്ഷൻ, കണ്ടിന്യൂസ് ആയിട്ട് അവനോടൊപ്പം ചേർന്നിരിക്കുക, കൂടെ ഇരിക്കുക, കൂടി ചേർന്ന് ഇരിക്കുക. ഇനി നമ്മൾ ചിലപ്പം പെട്ടെന്ന് വിചാരിക്കും ഓ ദൈവം നമ്മൾക്ക് വേണ്ടി എന്തോ ചെയ്ത് തന്നത് കൊണ്ട് നമ്മളിത് തിരിച്ച് പ്രതീക്ഷിക്കുകയാണോ? അല്ല, മറിച്ച് ദൈവം അവിടെയും നമ്മൾക്ക് വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാവുന്നു. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ അവർ ഏറെ ഫലം കായ്ക്കും. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ ഈ ഒരു വചനത്തിൻ്റെയും ആഴമേറെ സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി തന്നെയാണ്. നമ്മൾക്ക് ഏറെ ആത്മാവിൻ്റെ ഫലം കാണിക്കുവാനും പുറപ്പെടുവിക്കുവാനും അവനെ കൂടാതെ നമ്മൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കണം. അവൻ നമ്മുടെ ഉള്ളിൽ എന്നും വസിക്കുന്നു. പക്ഷെ നമ്മൾ അവനോടൊത്ത് വസിക്കുന്നുണ്ടോ, അവനിൽ നമ്മൾ ആയിരിക്കുന്നുണ്ടോ എന്നത് എല്ലാവരും ചിന്തിച്ച് മനസ്സിലാക്കുക. യേശു ക്രൂശിൽ മരിച്ചത് കൊണ്ട്, ഇങ്ങനെ ഒരു വ്യവസ്ഥ നേടിത്തന്നത് കൊണ്ട് ഈ ഒരു ബന്ധം ഒരു കാലത്തും കണക്റ്റഡായിട്ട് ആകുന്നില്ല. കാരണം ഇതിന് നമ്മളുടെ മനസ്സ് വേണം. സ്വന്തം താല്പര്യപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം ദൈവമായിട്ട് നമ്മൾക്ക് കൂടി ചേർന്നിരിക്കണം എന്നുള്ള ചിന്ത വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു കണക്ഷൻ ഇത് പൂർത്തിയാകുന്നത്. അപ്പോൾ ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. മതം, സഭ, ഇതൊക്കെ പറയുന്ന ആചാരങ്ങളോ ഇതിനൊക്കെ അപ്പുറമായിട്ട് എല്ലാവരും ദൈനംദിന ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ബന്ധം പുലർത്താൻ ശ്രമിക്കുക. ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ഓരോ ദിവസവും നമ്മൾ പല രീതിയിലാണ് ദൈവവുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടാനുള്ള ചാൻസസ് ഉള്ളത്. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യാതെ ദൈവവുമായിട്ട് സംസാരിക്കുവാൻ, അവൻ പറയുന്നത് കേൾക്കാൻ, അവൻ്റെ വചനം വായിക്കുവാൻ, അവൻ്റെ വചനം പറയുവാൻ, അവൻ്റെ വചനം കേൾക്കുവാനുള്ള താല്പര്യം, ഇതൊക്കെ നമ്മൾക്ക് ഉണ്ടാകേണ്ടതാണ്. ഒരുപാട് തവണ യേശുവുമായിട്ട് ദൈവവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടാനുള്ള ചാൻസസ് വരാറുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇതിനുവേണ്ടി സമയമൊന്നും മാറ്റിവെക്കേണ്ട കാര്യമേ ഇല്ല.
ചെറിയ ചെറിയ പ്രാർത്ഥനകൾ, ചെറിയ ചെറിയ സംഭാഷണങ്ങൾ, ചെറിയ ചെറിയ സ്തോത്ര സ്വരങ്ങൾ അവന് നേരുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, ദൈവമായിട്ട് നമ്മൾ സംസാരിക്കുകയാണ്, ദൈവമായിട്ട് നമ്മൾ അടുത്ത് ഇടപഴകുകയാണ്. എപ്പോഴും യേശുവുമായിട്ട് കൂടെ ചേർന്ന് ഇരിക്കുവാൻ നമ്മൾക്ക് കഴിയട്ടെ. അങ്ങനെയുള്ളൊരു മനസ്സ് നമ്മൾക്ക് കഴിയട്ടെ. ഇനിയിപ്പോൾ പലപ്പോഴും ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ മാറിപ്പോകാം. വചനം പറയുന്നവരും വചനം കേൾക്കുന്നവരും കേൾക്കാത്തവരും പറയാത്തവരും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. എന്നാൽ എത്രമാത്രം മാറിപ്പോയിട്ട് ഉണ്ടെങ്കിലും, എത്രമാത്രം വഴി മാറിപ്പോയിട്ട് ഉണ്ടെങ്കിലും നമ്മളെയൊക്കെ തിരിച്ചു വരാൻ വേണ്ടി വഴിക്കണ്ണുമായിട്ട് നോക്കിയിരിക്കുന്ന സ്നേഹവാനായ അപ്പച്ചനാണ് നമ്മളുടെ ദൈവം എന്നത് എല്ലാവർക്കും പ്രത്യാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ദൈവവുമായിട്ട് കൂടി ചേർന്നിരിക്കാനുള്ള ഒരു സാഹചര്യങ്ങളും വ്യർത്ഥമാക്കി കളയാതിരിക്കുക. ദൈവമായിട്ട് എന്നും യേശുവുമായിട്ട് അവൻ നമ്മൾക്ക് ചെയ്തു തന്ന ഈ ഒരു വലിയ കാര്യം മനസ്സിലാക്കി അവനെ തിരിച്ച് സ്നേഹിക്കുവാൻ ഇതിനെക്കാട്ടിലും വലിയൊരു കാര്യമില്ല. അപ്പോൾ ദൈവമായിട്ട് കൂടി ചേർന്ന് നടക്കാൻ ഈ ഒരു കഷ്ടാനുഭവ ആഴ്ച നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളെ അതിന് സഹായിക്കട്ടെ. പണ്ടത്തെ കാലത്ത് കപ്പലിനും ബോട്ടിനുമൊക്കെ തീരത്തേക്ക് അടുക്കുവാൻ വേണ്ടി ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ വെളിച്ചം കണ്ടാണ് അതൊക്കെ തീരത്തേക്ക് അടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു ലൈറ്റ് ഹൗസ് ഇങ്ങനെ പൊക്കത്തിൽ ആയിരുന്നു അവർ നാട്ടുന്നത്. അപ്പോൾ ഈ ഒരു വെളിച്ചം കണ്ട് ഷിപ്പുകളൊക്കെ അടുക്കിലേക്ക് വരുന്നത് പോലെ, തീരത്തേക്ക് അടുക്കുന്നത് പോലെ, ഈ ഒരു കഷ്ടാനുഭവ ആഴ്ച എന്നത് ഒരു ലൈറ്റ് ഹൗസ് പോലെ, ആ ഒരു യേശുവിൻ്റെ മരണം ഒരു വലിയ പ്രകാശം പോലെ അവൻ്റെ സ്നേഹത്തിലേക്ക് നയിക്കുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മൾക്ക് യേശുവിനോട് പറയാം, നീ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് ഞാൻ നിന്നോടൊപ്പം ജീവിച്ച് മരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള തീരുമാനം നമ്മളെല്ലാവരും എടുക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ. So come fall in love with Jesus and fall in love with the word of God.